ഇന്നിവിടെ ഹർത്താലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നത് വെള്ളയപ്പം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്ററി മേടിച്ചുകൊണ്ട് വരാനുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തീരുമാനമായതുകൊണ്ട് തന്നെ അരയ്ക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്ലാൻഡ് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടും പ്ലാനഡ് ഉണ്ടായിരുന്നില്ല. രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വരുന്ന വഴിക്ക് മാവൊക്കെ വാങ്ങി വന്നു. വീട്ടിൽ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വെറൈറ്റിക്ക് പിടിച്ച വെള്ളയപ്പൊക്കെ ഞങ്ങൾ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചിക്കൻ വെക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ വേറൊരു ഡിഷാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇനി ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് തോന്നി വെള്ളയപ്പം തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ പേളിമണി ഉണ്ടാക്കുന്ന പോലെ ആ ചേച്ചിയുടെ റെസിപ്പി ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ട്. അതുപോലെ തന്നെ പൂ പോലെ അപ്പം ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ കൂട്ടി ഈവനിങ്ങിൽ ചായ കഴിച്ചു. അപ്പോൾ എൻ്റെ അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.